മട്ടന്നൂരിലെ മോഡേൺ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം 6 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് കെ ശൈലജ എം.എൽ.എ. ഇതോടെ നഗരസഭയുടെ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും. 2 കോടി രൂപ ചെലവിൽ MCRCയിൽ കുട്ടികളുടെ അമ്മമാർക്കായി ജെൻഡർ സെന്ററും ആരംഭിക്കുമെന്നും ശൈലജ പറഞ്ഞു. MCRCക്ക് ആവശ്യമായ കെട്ടിടവും ഉപകരണങ്ങളും ലഭിച്ച് കെട്ടിടം നേരത്തെ ഉദ്ഘാടനം ചെയ്തിരുന്നു. എന്നാൽ ആധുനിക ഉപകരണങ്ങൾ കൂടി വാങ്ങാൻ സർക്കാർ അനുമതി നൽകിയതോടെ അതുകൂടി പൂർത്തിയാക്കി MCRCയുടെ പ്രവർത്തനം ഇവിടേക്ക് മാറ്റാനാണ് ആലോചന. മണ്ഡലത്തിൽ ജെൻഡർ സെന്റർ നിർമ്മിക്കാനായി 2 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. അത് MCRCയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനത്തിനായി ജെൻഡർ സെന്റർ നിർമ്മിക്കും. ബാക്കി തുക കൊണ്ട് MCRCയിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബാക്കി കാര്യങ്ങൾ കൂടി പൂർത്തീകരിച്ച് കുട്ടികളെ ഇവിടേക്ക് മാറ്റാനാണ് ലക്ഷ്യം. വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ ബഡ്സ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന MCRC ഇങ്ങോട്ട് മാറ്റുകയും ചെയ്യണം എന്നാണ് ആലോചിച്ചിരുന്നത്. നഗരസഭാ ചെയർമാനും ഞങ്ങൾ എല്ലാവരും ചേർന്ന് MCRCയുടെ സ്റ്റാഫിൻ്റെ ഒരു മീറ്റിംഗ് ചേരുകയും കുട്ടികളെ ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു ആലോചന നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ, കെട്ടിടമൊക്കെ പൂർത്തിയായിട്ടുണ്ട്, എന്നാൽ ഒരു MCRCക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടി ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ MLA എന്നുള്ള നിലയിൽ ബഡ്ജറ്റ് പ്രൊവിഷനായിട്ടൊരു ജെൻഡർ സെൻറ്ററിന് വേണ്ടി 2 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചിരുന്നു. ആ 2 കോടി ഇവിടെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ തൊഴിൽ പരിശീലനമൊക്കെ നടത്താനുള്ള ജെൻഡർ സെൻറ്റർ ആരംഭിക്കുക, അതുപോലെ MCRCയുടെ ബാക്കി വരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ള നിലയിൽ ഉപയോഗിക്കാൻ ഗവൺമെൻറ്റിൽ അനുവാദം തേടുകയും ഗവൺമെൻറ് അതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ പരിശോധിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞു. നഗരസഭ മുൻകൈയെടുത്ത് ചുറ്റുമതിൽ നിർമ്മിക്കും. കൂടാതെ മോഡേൺ കിച്ചൺ നിർമ്മിക്കും. കൂടുതൽ ഉപകരണങ്ങളും മറ്റും വാങ്ങാൻ KMMS 36 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. കൂടുതൽ ജീവനക്കാരെ കൂടി നിയമിക്കേണ്ടതുണ്ട്. ബഡ്സ് സ്കൂളിൽ 53 കുട്ടികളാണുള്ളത്. MCRC ആയാൽ 100 കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ സാധിക്കുമെന്നും ശൈലജ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി സെന്ററിൽ യോഗം ചേർന്നു. സെന്ററിനെ നിപ്മർ മാതൃകയിലാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അവരിലെ ന്യൂനതകളെ വിദഗ്ധ പരിചരണത്തിലൂടെ മേന്മകളായി ഉയർത്താനും അവരുടെ പുനരധിവാസത്തിനുമായാണ് മട്ടന്നൂരിൽ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചത്. 2 നിലകളിലേക്കും റാമ്പുകൾ, ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ മറ്റു സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കെട്ടിട സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജി, വെർച്വൽ റീഹാബിലിറ്റേഷൻ, വൊക്കേഷണൽ ട്രെയിനിംഗ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ സേവനങ്ങളും സെന്ററിൽ ലഭിക്കും. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത്, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.